ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, ഇനി നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ആമീൻ പറയാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കമന്റായി അറിയിക്കാവുന്നതാണ്. നമ്മുടെ ഇതിൽ ആളുകൾ ലൈക്ക് ഇടുകയാണെങ്കിൽ കുറച്ച് ആളുകളിലൂടെ കൂടെ നമ്മുടെ ഈ മജ്‌ലിസ് എത്തും. നമ്മൾ ഫേമസ് ആകാൻ വേണ്ടിയിട്ടല്ല ലൈക്ക് ഇടാൻ പറയുന്നത്. ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, ഉസ്താദ് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈക്ക് ഇടാൻ പറയുന്നത്. ഫേമസ് ആകാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ മജ്‌ലിസ് മറ്റുള്ള ആളുകൾക്ക് എത്തട്ടെ, അവരും മജ്‌ലിസിൽ പങ്കെടുക്കട്ടെ. നമ്മളുടെ ഓരോ പ്രവർത്തനം കാരണം ആരെങ്കിലും മജ്‌ലിസിലേക്ക് കയറി വരികയാണെങ്കിൽ അവര് ഒരു ദിക്റ് ചെല്ലുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്കും കിട്ടൂലേ? അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലാതെ നമ്മൾ ഫേമസ് ആകാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് ലൈക്ക് ചെയ്യാത്ത ആളുകളൊക്കെ ലൈക്ക് ചെയ്യുക. മറ്റുള്ള ആളുകൾക്കും നമ്മുടെ ഈ മജ്‌ലിസ് എത്തട്ടെ ഇൻഷാ അല്ലാഹ്. ലൈക്ക് ചെയ്താൽ എത്തുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടാവും. നമ്മൾ ഷെയർ ചെയ്യല്ലല്ലോ, ലൈക്ക് ചെയ്യല്ലേ. യൂട്യൂബിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ലൈക്ക് ചെയ്താൽ നമ്മുടെ യൂട്യൂബ് എന്ത് ചെയ്യും? നമ്മൾ ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും യൂട്യൂബ് ഓൾറെഡി അതിനെ എന്ത് ചെയ്യും? മറ്റുള്ള ആളുകളിലേക്കും യൂട്യൂബ് എത്തിക്കും. അങ്ങനെ ഒരു പരിപാടി ഉണ്ട് യൂട്യൂബിൽ. അപ്പോ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മുടെ മജ്‌ലിസിനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക്